ഇന്ന് തിരുവചനത്തിലെ ദാസനെ വിളിച്ച് പറഞ്ഞു വയ്ക്കുന്നു. കർത്താവെ യജമാനിയുടെ എഴുതി ഏറ്റവും നല്ല ദാസിയായിട്ട് മാറിയ പരിശുദ്ധമ്മ അമ്മ പറഞ്ഞു വയ്ക്കുന്ന 3 വചനങ്ങളുണ്ട്, അതിൽ 3 വാക്കുകളുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി. ആ 3 വാക്കുകൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഏറെ ചിന്തിപ്പിക്കുന്ന വാക്കുകൾ. ഇതാ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു നന്മ എന്ന് പറയുന്നത് അനുസരണമാണ്. തിടുക്കത്തിലെ സൃഷ്ടി ചെയ്യുവാനായിട്ട് പരിശുദ്ധമ്മ ഇറങ്ങി തിരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധമ്മയെ പോലെ നമ്മുടെ അധികാരികളെ, വൈദികരെ, മാതാപിതാക്കളെ, മുതിർന്നവരെ അനുസരിക്കുവാനായിട്ടുള്ള വലിയ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രണ്ടാമത്തെ വാക്ക് കർത്താവിൻ്റെ എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം എന്ന പുണ്യത്തെ അനുസരിക്കുന്നു. ഈ വിവാഹം എന്ന ദൈവമായതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ വേളയിൽ ഒരു പ്രതിജ്ഞയുണ്ട്. വിവാഹ ജീവിതത്തിലെ അവസാനം വരെ ദാമ്പത്യ വിശുദ്ധിയിലെ വിശ്വസ്തതയിൽ ജീവിച്ചുകൊള്ളാമെന്ന് തമ്പുരാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇന്ന് ദാമ്പത്യ വിശ്വസ്തയോടുകൂടെ എൻ്റെ ദാമ്പത്യ വിശ്വസ്തയിലെ വിശുദ്ധിയിലെ വിശുദ്ധമായ ജീവിതത്തിലെ എന്തെങ്കിലും വിള്ളലുകൾ മറ്റുണ്ടെങ്കിൽ തിരിച്ചു വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി നിറഞ്ഞ സംപ്രീതി നിറഞ്ഞ ജീവിതമാണ്. മൂന്നാമത്തേത് ദാസി എന്ന വാക്ക് ദാരിദ്ര്യത്തിൽ അതുപോലെ തന്നെ യജമാനന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ദാസി അല്ലെങ്കിൽ ദാസൻ. കർത്താവിന്റെ ഹിതം ഏതെന്ന് തിരിച്ചറിയാൻ